നമ്മുടെ നാട്ടിലെ എത്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരു ഭിന്നശേഷിക്കാരന് കൂടി കയറി ചെല്ലാവുന്ന വിധത്തിലുണ്ട്. സർക്കാരിന്റെ സഹമിത്ര പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ബാരിയർ ഫ്രീ മെഗാ ബിൽഡിംഗ് ഓഡിറ്റിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. റിപ്പോർട്ട് പ്രകാരം കോഴിക്കോട്ടെ 2752 കെട്ടിടങ്ങളിൽ പാതിയും ഭിന്നശേഷി സൗഹൃദമല്ലെന്നാണ് കണ്ടെത്തൽ. ബാക്കിയുള്ളവയാണെങ്കിൽ 10 മുതൽ 30% വരെ മാത്രമാണ് സൗകര്യങ്ങളുള്ളത്. ആ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. ദേശീയ പുരസ്കാരങ്ങളടക്കം നേടിയിട്ടുള്ള കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ ഓവർബ്രിഡ്ജ്, എസ്കലേറ്റർ ഉണ്ട്, കോണിപ്പടികളുണ്ട്, നിറയെ ആളുകൾ അതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഈ ഓവർബ്രിഡ്ജ് വന്നതിന് ശേഷമാണ് റോഡിന്റെ നടുഭാഗം ഇതുപോലെ ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കെട്ടിയടച്ചത്. ഒരു ഭിന്നശേഷിക്കാരൻ ഇവിടെ വരുന്നു എന്ന് കരുതുക. അയാൾക്ക് എസ്കലേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല, കോണിപ്പടികൾ കയറിപ്പോകാൻ കഴിയില്ല. ഏകമായി ആശ്രയിക്കാവുന്ന മാർഗം എന്ന് പറയുന്നത് ഈ ലിഫ്റ്റാണ്. അത് ഏറെക്കാലമായി പ്രവർത്തനരഹിതമാണ്, അണ്ടർ മെയിൻ്റനൻസ് ആണ്. അതായത് ഒരു ഭിന്നശേഷിക്കാരന് പുതിയ സ്റ്റാൻഡിൽ നിന്നും റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ 300 മീറ്റർ അധികം നടക്കണം. ഈ ദുരവസ്ഥ ഭൂരിഭാഗം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അനുഭവിക്കുന്നുണ്ട് ഭിന്നശേഷിക്കാർ. ഡിസംബറിൽ തുടങ്ങിയ ബാരിയർ ഫ്രീ മെഗാ ബിൽഡിംഗ് ഓഡിറ്റിന്റെ ബാക്കി 500 കെട്ടിടങ്ങളിലെ പരിശോധനയും പൂർത്തിയാകുമ്പോൾ പാതി പോലും എന്ന കണക്കിന് മാറ്റമുണ്ടാകില്ലെന്ന് ചുരുക്കം. കർഷകനായ സലീമിന് കൃഷി ആവശ്യത്തിനായി കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ വരേണ്ടി വന്നതാണ്. ഈ പടികൾ മുഴുവൻ ഇതുപോലെ കയറുമ്പോൾ കൃഷി നിർത്തിയാലും കുഴപ്പമില്ലെന്ന് തോന്നിപ്പോകുമെന്നാണ് ആത്മഗതം. ഇവിടെ ലിഫ്റ്റില്ല. KSEBിലേക്ക് ഒന്ന് പോകണമെങ്കിലോ കൃഷിഭവൻ്റെ ഒരു ആവശ്യത്തിന് പോകണമെങ്കിലോ, ഞങ്ങൾ പരമ്പരാഗത കൃഷിയായിട്ട് പോരുന്ന ആൾക്കാരാണ്. കൃഷിഭവൻ്റെ ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ KSEBിലേക്ക് ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കില്ല. ലിഫ്റ്റ് നോക്കുകൂത്തിയായിട്ട് അവിടെ ഉണ്ട്. ഉദ്ഘാടനം വലിയ ഉഷാറിലേക്ക് അയക്കുമോ, പിന്നെ അതിനുള്ള യാതൊരു ഇതുമില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 2 മാസത്തെ ബില്ല് അടയ്ക്കാണ്ട്, ആ ബില്ല് അടയ്ക്കാത്തത് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തതെന്നാണ് പറയുന്നത്. പണിയുമ്പോഴോ ഉദ്ഘാടന കാലത്തോ ചിലയിടത്ത് ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാലും പിന്നീട് അത് നിലനിർത്തി പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറില്ല ഭൂരിഭാഗം ഇടത്തും. താൽക്കാലികമായി ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി റാമ്പുകൾ നിർമ്മിക്കുകയും പിന്നീട് ആ റാമ്പ് അടക്കം മറ്റു ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില താമരശ്ശേരി അടക്കമുള്ള മിനി സിവിൽ സ്റ്റേഷനുകളിൽ ഭിന്നശേഷിക്കാർക്ക് ഓഫീസുകളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. കുന്നമംഗലത്തുള്ള മിനി സിവിൽ സ്റ്റേഷനിലും ഇത്തരത്തിൽ തന്നെയാണുള്ളത്. കൊടുവള്ളിയിലും അങ്ങനെയാണ്. കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ റാമ്പുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, ലിഫ്റ്റ്, കാഴ്ച പരിമിതിയുള്ളവർക്കായി ടാക്ടൈൽ പാതകൾ, ഇന്നും ഭിന്നശേഷിക്കാരുടെ മധുര മനോഹര സ്വപ്നങ്ങൾ. കുന്നമംഗലം ഷീലോഡ്ജിന്റെ കൈവരിയില്ലാത്ത എന്തിനോ വേണ്ടി തട്ടിക്കൂട്ടിയ റാമ്പ്. ഓരോ പുതിയ കെട്ടിടവും നിർമ്മിക്കുമ്പോൾ ഒരു ഭിന്നശേഷിക്കാരൻ കൂടി അവിടെ കയറണമെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നാലോചിച്ചായിരിക്കണം അതിൻ്റെ പ്ലാനിങ്. എന്നാൽ നിർഭാഗ്യവശാൽ മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും പ്ലാൻ അനുവദിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തട്ടിക്കൂട്ട് മാത്രമാണ് ഭിന്നശേഷി സൗഹൃദം എന്നത്.